Hello everyone, welcome back to my channel. So this video is all about a very small trip to Quebec. Quebec ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 900 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ ഞങ്ങൾ ഏർലി മോർണിംഗ് ഒരു 2:30 ആയപ്പം തന്നെ ഇറങ്ങി. So this was our very first selfie of the trip. പിന്നെ ഇവരെ പരിചയപ്പെടുത്തിയല്ലോ. This is Anup and Andre and their little Pikachu Mila. രാവിലെ തൊട്ട് ത്രൂ ഔട്ട് ദ ഡേ ഫുൾ നല്ല മഴയായിരുന്നു ഓൺ ദ വേ. ഞങ്ങൾ ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് വലിയ സീനില്ലായിരുന്നു. ഇടയ്ക്ക് എഴുന്നേക്കും, എന്തെങ്കിലും കഴിക്കും, ഉറങ്ങും. ഒരു 8 o'clock ഒക്കെ ആയപ്പം ഞങ്ങൾ ബെൻ ആൻഡ് ഫ്ലോറൻറ്റൈൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. റെസ്റ്റോറൻറ്റ് ചെന്നപ്പോൾ നല്ല കോമഡി സീൻസ് ആയിരുന്നു. ക്യൂബക്ക് ഒരു ബേസിക്കലി ഒരു ഫ്രഞ്ച് സ്പീക്കിംഗ് പ്രൊവിൻസ് ആയതുകൊണ്ട് മെനു കാർഡ് എല്ലാം ഫ്രഞ്ചിലായിരുന്നു. ഞങ്ങൾ അവിടെ തപ്പി തടയുന്ന കണ്ടിട്ട് പിന്നെ ഒരു സെർവർ ഞങ്ങൾ എവിടെ നിന്നൊക്കെയോ ഇംഗ്ലീഷ് മെനു എടുത്ത് തന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോയത് നോട്രഡാമെ ബസലിക്ക ഓഫ് മോൺട്രിയൽ എന്ന ചേർച്ചിലോട്ടാണ്. സൺഡേ ആയിരുന്നത് കൊണ്ടിട്ടും ഒരു 10:30, 11ish ആയത് കൊണ്ടിട്ടും അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു ചേർച്ചിനുള്ളിൽ കയറണമെങ്കിൽ 1 hour ഫ്രഞ്ച് മാസ് അറ്റൻഡ് ചെയ്യണം. നമ്മളങ്ങനെ ഒരു ഹാഫ് മൈൻഡിൽ ഓക്കെ കയറാം എന്ന് വെച്ച് ഒരു 1 hour ഫ്രഞ്ച് മാസ് അറ്റൻഡ് ചെയ്തു. ഇനീഷ്യലി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസ് നടക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫി ഓർ വീഡിയോഗ്രാഫി ഈസ് നോട്ട് അലൗഡ് എന്ന്. സോ വി വെർ ഈഗർലി വെയിറ്റിംഗ്, ബട്ട് ഇറ്റ് വാസ് വർത്ത് വാച്ചിങ് ഇൻ ബിക്കോസ് ദ ചേർച്ച് വാസ് സോ ബ്യൂട്ടിഫുൾ. ഫുള്ളും സ്റ്റോൺ വർക്കും സ്റ്റോൺ ഇമ്പോസ് ചെയ്ത വർക്കായിരുന്നു അതിൻ്റെ അകത്ത് മൊത്തം. ആൻഡ് ഈ പള്ളിയിൽ എന്തൊക്കെയോ കുറേ ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ളൊരു പള്ളിയും അത് മാത്രമല്ല ഓൾമോസ്റ്റ് ഒരു 200 years ഓൾഡ് ആയിട്ടുള്ളൊരു പള്ളിയും കൂടിയായിരുന്നു. മാസ് ടൈമിംഗ് അല്ലാതെ വേറെ ഏതെങ്കിലും ടൈമിങ്ങിൽ ചേർച്ച് വന്നിട്ട് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ടിക്കറ്റ്സ് എടുക്കണമായിരുന്നു. ഒരു $16 വർത്ത് വിസിറ്റിംഗ് ടിക്കറ്റ്സ്. വി ആർ ബാക്ക് ഓൺ ദ റോഡ് അഗെയിൻ. മോൺട്രിയൽ ടു ക്യൂബക്ക് ഒരു ഓൾമോസ്റ്റ് 3 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യമുള്ള നല്ല മഴയും. ഓൾമോസ്റ്റ് ഉച്ചയ്ക്ക് ഒരു 2:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ക്യൂബക് സിറ്റിയിലെത്തി. ഞങ്ങളുടെ Airbnb ചെക്ക് ഇൻ ചെയ്തു. ഹലോ ഗായ്സ്, ഹായ് മില, എക്സൈറ്റഡ് ആണോ? ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി പിന്നെ പോയത് ഒരു ഇൻഡോർ വാട്ടർ പാർക്കിലായിരുന്നു, ബോറ പാർക്ക്. ഇറ്റ് വാസ് ആക്ച്വലി വെരി നൈസ് ബിക്കോസ് അധികം തിരക്കൊന്നും ഇല്ലാതെ നല്ലൊരു ഇൻഡോർ വാട്ടർ പാർക്കായിരുന്നു അത്. വാട്ടർ പാർക്കിൽ പോകാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് മിലയായിരുന്നു. മിലയ്ക്കാണെങ്കിൽ ഒരു പേടിയില്ല വെള്ളത്തിൽ. ഏത് റൈഡിൽ വേണമെങ്കിലും ഏത് പൂളിൽ വേണമെങ്കിലും അവൾ ഒറ്റയ്ക്ക് പോയി ചാടാനും ഒരു പേടിയില്ലായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3.5 hours വാട്ടർ പാർക്കിൽ സ്പെൻഡ് ചെയ്തു. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. നല്ല ടയേർഡായിട്ടാണ് അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയത്. ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് വളരെ ഫ്രഷ് ആയിട്ട് നമ്മൾ ക്യൂബക് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ക്യൂബക്കിൽ പാർക്കിംഗ് അത്യാവശ്യം സീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായിടത്തും നടന്നാണ് പോയത്. വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലായിടത്തും വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പം ക്യൂബക്കിനെ പറ്റി 2 വാക്ക് പറയാം. ക്യൂബക് സ്റ്റാൻഡ്സ് ഔട്ട് ആസ് കാനഡാസ് ഓൺലി ഫ്രാങ്കോഫോൺ പ്രൊവിൻസ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഫേമസ് ഫോർ ദ ഹിസ്റ്ററിക് ബിൽഡിംഗ്സ്, ഐനിക് ലാൻഡ്മാർക്സ് ആൻഡ് ഓൾസോ ഇറ്റ്സ് വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് മേപ്പിൾ സിറപ്പ് പ്രൊഡ്യൂസേഴ്സ്. കാണാൻ പഠിച്ച് പറഞ്ഞതുപോലെ ഉണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ ക്യൂബക് സിറ്റിയിലൂടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്റ്റോർ ഞങ്ങളെ സ്ട്രൈക്ക് ചെയ്തത്. നമ്മൾ പോയതൊരു ക്രിസ്മസ് ടൈമിലൊന്നുമല്ല, ഒരു April, May ടൈമിലായിരുന്നു. പക്ഷേ ദിസ് സ്റ്റോർ വാസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ക്രിസ്മസ് ഐറ്റംസ്. ഭയങ്കര ഫാസിനേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചുമ്മാ ഒന്ന് അകത്ത് കയറി നോക്കി. This is one of the famous landmark and luxurious hotel in Quebec. Many historic events have taken place in this building and it is widely considered as the most photographed hotel in the world.
ഹോട്ടലിന് പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഫെയർമൗണ്ട് ലേക്ക് ചാത്തന്യൂ ഫ്രോണ്ടിയർ എന്നാണ് പറയുന്നത്. ആൻഡ് ഒരു 1 നൈറ്റിന് ഓൾമോസ്റ്റ് $600 to $800 കനേഡിയൻ ഡോളേഴ്സാണ്. പിന്നെ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് സെയിൻസിൻ്റെയൊക്കെ സ്റ്റാച്യൂസ് കാണാൻ പറ്റുമായിരുന്നു. അത്യാവശ്യം നല്ല ഹിസ്റ്റോറിക് ബിൽഡിങ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഓൾഡ് ക്യൂബക് സിറ്റിയിൽ നല്ല കുറച്ച് ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വിൻറ്റർ കാസൽസ്, കാശ്മീർ യു ക്യാൻ സീ. പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്ന എല്ലാ സ്റ്റോറിലും ഇങ്ങനെ നമ്മൾ കയറി ഇറങ്ങി നടക്കും. bunch of tourists. അവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഗൈഡ്സ് ഉണ്ടായിരുന്നു ഓരോ ബിൽഡിങ്സിൻ്റെയൊക്കെ ചരിത്രകഥ പറഞ്ഞു തരാനായിട്ട്. ഇത് ആക്ച്വലി ഒരു നല്ല പെയിൻറ്റിങ്ങാണ്, നല്ല രസമില്ലേ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു എലവേറ്റർ ഉണ്ടായിരുന്നു. കുറേ നടന്നു മടുത്തത് കൊണ്ട് ഞങ്ങൾ എലവേറ്ററിൽ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എലവേറ്ററിൽ കയറി കുറച്ചും കൂടി പൊക്കത്ത് ആ ഹോട്ടലൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്ത് കളിച്ചതാണ്. നമുക്ക് ആക്ച്വലി അത്യാവശ്യം നല്ല കുറേ ഫോട്ടോസൊക്കെ കിട്ടി. നല്ല ബിൽഡിങ്സും കാണാൻ ഭംഗിയൊക്കെ ഉണ്ടായത് കൊണ്ടിട്ട് നല്ല കുറേ ഫോട്ടോസ് കിട്ടി. ഞങ്ങൾ അത്യാവശ്യം കുറേ നടന്നു. നല്ല വെയിലായിരുന്നു. അങ്ങനെ ചെറുതായിട്ടൊന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചൊരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. സത്യം പറഞ്ഞാൽ വെയിലടിച്ചിട്ട് കണ്ണ് കാണാൻ വയ്യായിരുന്നു. അത്രയ്ക്ക് നല്ല ചൂടായിരുന്നു അന്ന് അവിടെ. എല്ലാവരും അത്യാവശ്യം നല്ല ടയേർഡ് ആയതുകൊണ്ട് ഇറ്റ് വാസ് എ മച്ച് നീഡഡ് ബ്രേക്ക്. ഞങ്ങൾ ഓൾമോസ്റ്റ് അന്നൊരു 11 കിലോമീറ്റേഴ്സോളം നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കഴിച്ച് ഫുൾ പവറായിട്ട് വീണ്ടും ഇറങ്ങി സൊവനിയറൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആൻഡ്രിയയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഡ്രസ്സ് നോക്കണം എന്നും പറഞ്ഞിട്ട് ചുമ്മാ കടയിലൊക്കെ ഒന്ന് കയറി നോക്കി. പാവം വില കുറേ നേരമായിട്ട് പറയുന്നുണ്ടായിരുന്നു അവൾക്ക് കോട്ടൺ ക്യാൻഡി വേണം. അങ്ങനെ കോട്ടൺ ക്യാൻഡി മേടിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ, അന്ന് നമ്മൾക്ക് പോപ്കോണും മേടിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോപ്കോണും മേടിച്ചു. അവിടെ നമ്മൾ പയ്യെ നടന്ന് റൂമിലെത്തി. ഒരു ചെറിയ ഷോർട്ട് നാപ്പൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും എനർജറ്റിക്കായിട്ട് പുട്ടീൻ വിലയിൽ പുട്ടീൻ കഴിക്കാൻ വേണ്ടി പോയതാണ്. ക്യൂബക്കൊക്കെ വന്നതല്ലേ, എങ്ങനെയാണ് പുട്ടീൻ കഴിക്കാതെ പോകുന്നത്? അവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പുട്ടീൻ ഉണ്ടായിരുന്നു. അങ്ങനെ അനൂപേട്ടൻ്റെ വെറൈറ്റി ആയിട്ടുള്ള സണ്ണി സൈഡ് ഓഫ് പുട്ടീനാണ് നിങ്ങളീ കാണുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മോണ്ട് മോറൻസി വാട്ടർഫാൾസ് ആയിരുന്നു. നമ്മൾ ചെന്നപ്പോൾ അത്യാവശ്യം ഒരു 6:30 ആയതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് എ വെരി നൈസ് വാട്ടർഫാൾ. കാരണം നല്ലൊരു സെറീൻ അറ്റ്മോസ്ഫിയറും ആ വാട്ടർഫാൾസിൻ്റെ സൗണ്ടും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ നേരം അവിടെ എൻജോയ് ചെയ്തു. ഞാനും വിലയും അവിടെ ബബിൾസൊക്കെ വിട്ടിങ്ങനെ കളിക്കുമായിരുന്നു. മില ട്രിപ്പിന് വന്നത് തന്നെ കളറിങ് ബുക്കും വലിയ കളറിങ് സെറ്റും ഒക്കെ ആയിട്ടാണ്. അവൾ ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ കൂടെ ഇന്ന് കളർ ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് കളറിങ് ആണ്. അപ്പോഴേക്കും രാത്രി ഒരു 8:30 ഒക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ക്യൂബക് സിറ്റീൻ്റെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ വീണ്ടും പുറത്തിറങ്ങി. അത്യാവശ്യം എല്ലായിടത്തും ഒക്കെ ചുറ്റി കറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും നമ്മുടെ റൂമിലെത്തി. ആ സമയത്തായിരുന്നു കരിക്കിൻ്റെ റിലീസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു കരിക്കിൻ്റെ എപ്പിസോഡും കണ്ടു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളെല്ലാവരും റെഡിയായി പാക്ക് ചെയ്ത് ഇറങ്ങി. ആദ്യമായിട്ടാണ് പറഞ്ഞ സമയത്ത് ഇറങ്ങാൻ പറ്റിയത്. രാവിലെ അല്ലേ നമ്മളൊരു ഭക്തിഗാനമൊക്കെ ഇട്ട് അങ്ങോട്ട് യാത്ര തുടങ്ങി. ആക്ച്വലി ബാക്ക് ടു ഹാമിൽട്ടൺ ഒരു 9 hours ഉണ്ടായിരുന്നെങ്കിലും എല്ലാ 2 hours ഓൺ റോഡിൽ നിർത്തി വാഷ്റൂം ബ്രേക്ക്, ഐസ്ക്രീം അങ്ങനെയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചിവിടെ ആക്ച്വലി എത്തിയപ്പം ഒരു 13 hours ആയി. പിന്നെ ഞങ്ങൾ മിസിസാഗയിലും അത്യാവശ്യം നന്നായിട്ട് പെട്ടുപോയി. താങ്ക്സ് ഫോർ
വാച്ചിങ് ഗൈസ്. ബൈ ബൈ until next time.